അങ്ങനെ അവസാനം ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഒഡീസി സിനിമൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. വന്നതേ ഓർമ്മയുള്ളൂ. ഈ ഇൻ്റർനെറ്റ് മുഴുവൻ നോളനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോളന് എന്ത് പറ്റി, ആശാനെ എന്ത് പറ്റി നിങ്ങൾക്ക് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ സിനിമൻ്റെ എന്തിറങ്ങിയാലും പ്രശ്നമാണ്. ആ ടീസർ ഇറങ്ങിയപ്പോൾ ഓർമ്മയുണ്ടോ, ആ കോസ്റ്റ്യൂം മറ്റേ ഗ്രീസിലെ രാജാവിന് ബാറ്റ്മാൻ്റെ കോസ്റ്റ്യൂം ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഫുള്ള് ഊക്കി വിട്ടതാണ്. ഇപ്പോൾ ട്രെയിലർ വന്നപ്പോൾ അതിലേറെ ഊക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദ ഒഡീസി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഗ്രീക്ക് മിത്തോളജിയാണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറേ റിയൽ സംഭവങ്ങൾ പോലെ തോന്നുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ട്രെയിലറിലെ കുഴപ്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, നീണ്ട ലിസ്റ്റാണ്. അപ്പോൾ ആദ്യം ആക്സെൻ്റ് ആണ്. അപ്പോൾ ആക്സെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, റോബർട്ട് പാറ്റിൻസൺ വന്നിട്ട് ടോം ഹോളണ്ടിൻ്റെ അടുത്ത് പറയണം, യു ആർ പൈനിങ് ഫോർ എ ഡാഡി ദാറ്റ് യു ഡിഡൻറ്റ് ഈവൻ നോ എന്ന് പറയുന്നുണ്ട്. ഈ ഡാഡി എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഈ അമേരിക്കൻ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ, അതൊക്കെ ഈ പണ്ട് ഗ്രീക്കുകാർ ഈ ഗ്രീക്ക് മിത്തോളജിയിൽ അങ്ങനെയൊക്കെ പറയുമോ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ ടോം ഹോളണ്ട് പറയുന്നുണ്ട്, മൈ ഡാഡ് ഈസ് കമ്മിങ് ഹോം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതെന്താ ഇങ്ങനെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഈ കഥയിൽ അറിയാമല്ലോ, ഈ ഒഡീസിയസ് എന്ന് പറഞ്ഞ ഒരാൾ കുറേ ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്തിട്ടാണ് ഈ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിൽ കുറേ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ മോൺസ്റ്റേഴ്സ് ഉണ്ട്, ജയൻസ് ഉണ്ട്, സൈക്ലോപ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഈ ജീവികളും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ലിയാസ്ട്രിഗോണിയൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജയൻസ് ആയിട്ടുള്ള കെനിബലിസ്റ്റിക് സാവേജസ് ഉണ്ട്. അപ്പോൾ അവരിനെയൊക്കെ കാണിച്ചിരിക്കുന്നത് മറ്റേ മിഡീവൽ മറ്റേ സ്റ്റീൽഡ് ആർമറൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പിലാണ്. ഇങ്ങനെയൊന്നും അല്ല, ഇതൊന്നും ഇങ്ങനെ അല്ലടേ എന്നാണ് ഇത് ഹിസ്റ്റോറിയൻസും ബാക്കിയുള്ള കുറച്ച് ഹിസ്റ്ററി എക്സ്പേർട്സ് ഓഫ് ഫ്രം ഇൻ്റർനെറ്റ് പറയുന്നത്. പിന്നെ വീണ്ടും കോസ്റ്റ്യൂമിൻ്റെ കാര്യം തന്നെയാണ്, ഇതെന്താ അങ്ങനെ, കാരണം ഇത് ബ്രോൺസ് ഏജിലുള്ള കോസ്റ്റ്യൂംസ് ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും പരാതികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലർ കണ്ടപ്പോൾ എനിക്കും തോന്നിയതാണ് സംതിങ് ഇസ് ഓഫ്. ഷോർട്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എല്ലാ സംഭവം കൊണ്ട് കുറേ കാസ്റ്റ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. പക്ഷേ എന്തോ ഒരു സംഭവം ഇല്ലാത്ത പോലെ എന്തോ ഒരു പരിപാടി ഇല്ല. നോളൻ്റെ ഒരു സ്ഥിരം ഒരു സംഭവം ഇല്ല. അതിപ്പോൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ ട്രെയിലർ കട്ട് ചെയ്തതോ ട്രെയിലർ ചെയ്തതോ എന്തോ അങ്ങനെ ശരിയാകാത്ത പോലെ എനിക്കും തോന്നിയിരുന്നു. പിന്നെ ഈ കൾച്ചറൽ അപ്രോപ്രിയേഷനും ഹിസ്റ്റോറിക്കൽ അപ്രോപ്രിയേഷൻ്റെ കാര്യം ഇതെന്താ എന്നൊക്കെ ചോദിക്കുന്നത് നോളൻ്റെ സിനിമ ആയതുകൊണ്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി എത്രത്തോളം ഈ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും, മറ്റേ ന്യൂക്ലിയർ ബോംബ് വരെ ഉണ്ടാക്കാൻ പോയ ആളാണ്. അപ്പോൾ അറിയാമല്ലോ ആ ഒരു സംഭവം.